അപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇപ്പോൾ 2 ദിവസത്തിന് മുൻപാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം സ്വദേശികളായ ഒരു യുവാവിനെയും യുവതിയെയും ഒക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് അല്ലേ. ഈ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നത് പ്രധാനമായും തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നെന്നാണ് വിവരം. സംസ്ഥാനത്തേക്ക് കഞ്ചാവ് എത്തിക്കാൻ വലിയൊരു ശൃംഖല തന്നെ ഈ തായ്ലൻഡ് കേന്ദ്രീകരിച്ചുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 50 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. സഹിൻ ആന്റണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി കാണാം ന്യൂസ് മലയാളം ദ ബിഗസ്റ്റ്. ഞാനിപ്പോഴുള്ളത് തായ്ലൻഡിലാണ്. തായ്ലൻഡിൽ നിന്നുമാണ് ഏറ്റവും അധികം ഹൈബ്രിഡ് കഞ്ചാവ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കഞ്ചാവ് വിൽക്കുന്ന ഒരു കടയിലാണ് ഞാനുള്ളത്. ഇത്തരത്തിൽ ആയിരക്കണക്കിന് കടകളാണ് ഇവിടെയുള്ളത്. എങ്ങനെയാണ് ഈ കഞ്ചാവ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. തായ്ലൻഡിലെ വീട് ഷോപ്പുകളിൽ പലതരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവുകളാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ തായ്ലൻഡിലേക്ക് കടത്തുകാരുടെ ഒഴുക്ക് വർദ്ധിച്ചു വരികയാണ്. കഞ്ചാവിന്റെ മിഠായി മുതൽ ഐസ്ക്രീം വരെ പട്ടികയിലുണ്ട്. തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് കടത്തി നമ്മുടെ നാട്ടിലെത്തിക്കുമ്പോൾ ഇത്തരം സംഘങ്ങൾ കൊയ്യുന്നത് കോടികളാണ്. പ്രത്യേകം ശീതീകരിച്ച താപനിലയിൽ വളർത്തിയെടുത്ത ചെടികളിൽ നിന്നുള്ള കഞ്ചാവ് 2022 മുതൽ തായ്ലൻഡിൽ നിയമവിധേയമാണ്. ഇത് മുതലെടുത്താണ് ചിലർ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നത്. ചോക്ലേറ്റും ബിസ്ക്കറ്റും എല്ലാം കടത്താൻ അധികം പ്രയാസം വേണ്ടി വരുന്നില്ല. വീര്യം കൂടുതലുള്ള ഇവയ്ക്ക് ആവശ്യക്കാരും ഏറെയാണ്. They take like longer to kick in, like maybe 45 minutes to an hour to hit, and then it takes hours to go. Yeah, you feel high for hours. കേരളത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്ന കേസുകളിൽ തായ്ലൻഡിന്റെ പേര് കൂട്ടിക്കെട്ടുന്നതിൽ നിരാശരാണ് അവിടുത്തെ മലയാളികൾ. കഞ്ചാവ് കടത്താനായി മലയാളി നെക്സസ് പ്രവർത്തിക്കുന്നതിൽ വർഷങ്ങളായി തായ്ലൻഡിലുള്ള മലയാളികൾക്ക് കടുത്ത അമർഷമുണ്ട്. ഈ കഞ്ചാവ് കൃഷി ഇവിടെ ലീഗലാക്കിയപ്പോൾ ഉണ്ടായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുൻകാലങ്ങളിൽ കഞ്ചാവ് കച്ചവടത്തിനെല്ലാം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിരുന്ന ആളുകളെല്ലാം ജയിലിൽ നിന്ന് കുറ്റവിമുക്തരാക്കി ജയിലിൽ നിന്ന് പുറത്തു വിടുകയും വേണ്ടി വന്നു. അവരുടെ നിന്ന് പിടിച്ചെടുത്ത കഞ്ചാവ് സ്റ്റോക്കെല്ലാം തിരിച്ചും കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്നാണ് തായ്ലൻഡിൽ ഒരുപാട് കഞ്ചാവ് കഫേകളും ക്ലിനിക്കുകളും എല്ലാം പൊട്ടിമുളക്കുകയും ഇത് കൂടുതലും ആളുകൾ കഞ്ചാവ് വലിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. സ്ത്രീകളെയും യുവാക്കളെയും കാരിയർമാരായി മാറ്റിയാണ് ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുന്നത്. ആലപ്പുഴയിൽ എക്സൈസിന്റെ പിടിയിലായ തസ്ലിമയും തായ്ലൻഡിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചത്. കഴിഞ്ഞ 3 മാസത്തിനിടെ 50 കോടിയിലധികം രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലൻഡിൽ നിന്നും എത്തിയ യാത്രക്കാരിൽ നിന്നും കസ്റ്റംസ് പിടിച്ചെടുത്തു. 1 കിലോയിൽ താഴെ കൊണ്ടുവന്നാൽ റിമാൻഡിലാകാതെ ജാമ്യം ലഭിക്കുമെന്നുള്ളതും കടത്ത് വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഇതുതന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് ഒഴുകാനുള്ള പ്രധാന കാരണം. തായ്ലൻഡിൽ നിന്നും സഹിൻ ആന്റണി, ന്യൂസ് മലയാളം. ഇതിന്റെ കൂടെ തന്നെ പറയാൻ പറ്റുന്ന മറ്റൊന്ന്, ഈ കോഴിക്കോട് കുന്ദമംഗലത്തും ഈ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ രതീഷ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. 2 കിലോ കഞ്ചാവാണ് അവിടെ പിടിച്ചെടുത്തത്. അതിഥി തൊഴിലാളികളുടെ കയ്യിൽ നിന്ന് 2 പേരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു. ഉത്തർപ്രദേശ് സ്വദേശികളായ ഫർക്കുന്ത് അലി, ജുബൈർ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. എക്സൈസ് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് ഈ യുവാക്കൾ പിടിയിലായത് എന്നുള്ളതും ഇപ്പോൾ ഈ വാർത്തയ്ക്ക് തൊട്ട് പിന്നാലെ ഇപ്പോൾ നമ്മുടെ രതീഷ് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ നിലവിൽ ഇപ്പോൾ കണ്ട വാർത്ത, നമ്മുടെ ബിഗ്ഗസ്റ്റ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് കടക്കാം. സഹിൻ ആന്റണി ഉണ്ട് നമുക്കൊപ്പം. സഹിൻ, കേരളത്തിലേക്ക് എത്തുന്ന കഞ്ചാവിൻ്റെ ഭൂരിഭാഗവും അത് എത്തുന്നത് ബാങ്കോക്കിൽ നിന്നാണ് എന്നുള്ളത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി എവിടെ നിന്നൊക്കെയോ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ സഹിതം അത് നമ്മുടെ കൺമുന്നിലുണ്ട്.
അറിയാവുന്നതുപോലെ തന്നെ ഈ കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തിക്കൊണ്ടിരിക്കുന്നത് തായ്ലൻഡിൽ നിന്നുമാണ്. തായ്ലൻഡിലെ പട്ടായ, ബാങ്കോക്ക് തുടങ്ങിയ ഇടങ്ങളിൽ അവിടെ സാധാരണ പെട്ടിക്കടകൾ പോലെ നിരവധി കടകളാണ് അവിടെയുള്ളത്. ഒന്നിടവിട്ട് ഈ വീട് വിൽക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് വിൽക്കുന്ന ഷോപ്പുകളാണ് നിരവധി ഉള്ളത്. അത് തന്നെ മലയാളികളാണ് ഇതിൻ്റെ പിറകിലുള്ള ഒരു നെക്സസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ കഞ്ചാവ് തോട്ടങ്ങൾ, ആ തോട്ടങ്ങൾ പാട്ടത്തിനെടുക്കാൻ കഴിയില്ല. പകരം ആ തോട്ടങ്ങൾ മറ്റവിടെ ഈ പറയുന്ന തായ്ലൻഡുകാരെ കൊണ്ട് തന്നെ പാട്ടത്തിനടുപ്പിച്ച് അവിടെ നിന്നും ഈ കഞ്ചാവ് ഉൽപ്പാദിപ്പിച്ച ശേഷം കടകൾ നമ്മൾക്ക് എടുക്കാൻ കഴിയും. അങ്ങനെ മലയാളികൾ ഈ കടകൾ എടുത്ത് അവിടെ നിന്ന് തന്നെ മലയാളികളെ വിസിറ്റിനായി അവിടെ കൊണ്ടുപോവുകയും അവർ വഴി ഈ സാധനങ്ങൾ കടത്തുകയുമാണ് ചെയ്യുന്നത്. നിസ്സാര തുച്ഛമായ തുകയ്ക്ക് ലഭിക്കുന്ന കഞ്ചാവ് നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഹൈബ്രിഡ് കഞ്ചാവിന് വലിയ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിലുള്ളത്. അത് കാര്യമായി തന്നെ ഇവർ മുതലെടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവിനേക്കാൾ കൂടുതൽ വിറ്റ് പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ചോക്ലേറ്റും ബ്രൗണീസ്, കേക്ക്സ്, അതേപോലെ തന്നെ ഈ പറയുന്ന മറ്റ് കേക്കും ബ്രൗണീസും എല്ലാമാണ്. ഇതൊക്കെ കപ്പ് കേക്ക്സ് എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് കാര്യമായി ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി അത് പിടികൂടാൻ കഴിയുകയുമില്ല. കാരണം ഈ കൂട്ടത്തിൽ പല കേക്ക്സിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ കഞ്ചാവ് കേക്കുകളും കടത്തുകയാണ് ഇപ്പോൾ പതിവായിട്ടുള്ളത്. വലിയ വിലയുമാണ് ഇതിന് ലഭിക്കുന്നത്. സാധാരണ അവിടെ നിന്ന് അവരുടെ ഒരു 100 രൂപയോ 200 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സാധനം നമ്മുടെ നാട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ അതിന് 1000-ഉം 2000-ഉം മൂല്യം വിലമതിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി പണമായിട്ട് ഇത് കിട്ടുകയും ചെയ്യും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഞ്ചാവ്, ഈ ഹൈബ്രിഡ് കഞ്ചാവ് തായ്ലൻഡിൽ നിന്നും കാര്യമായി നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടെ 56 കോടി രൂപയിലധികം വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ്. കാരണം ഈ ഒരു റിപ്പോർട്ട് നൽകുന്ന സൂചന തന്നെ അത് തന്നെയാണ്. കാരണം ഓരോ മാസവും ഇവിടേക്ക് എത്ര കോടി രൂപയുടെ കഞ്ചാവാണ് ബാങ്കോക്കിൽ നിന്നും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു നേർചിത്രമാണ് സഹിനാന്റണി പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മാത്രമല്ല നമ്മൾ അവിടുത്തെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇവിടത്തേക്ക് മറ്റേ പെട്ടിക്കടയിലൊക്കെ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്ന പോലെയാണ് അവിടെ കഞ്ചാവ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല അതിനെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തുകാരല്ല, മലയാളികളാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ ഉള്ളവർ. അതിൻ്റെ ഒരു നെക്സസ് പോലും മലയാളികളാണെന്ന് പറയുന്നതാണ് നമ്മളെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. സഹിൻ ആന്റണിയാണ് വിവരങ്ങളൊക്കെ നൽകിയത്. സഹിൻ സത്യം പറഞ്ഞ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയതാണ് ബാങ്കോക്കിലേക്ക്. അവിടെ ചെന്നും അദ്ദേഹം ഇക്കാര്യങ്ങളൊക്കെ കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്.